എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരുപാട് നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്ന രണ്ട് ഇൻഡിവിജ്വൽ വീടുകളുടെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4.25 സെൻറ്റിലും 4.850 സെൻറ്റിലും 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടുകൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തോടുകൂടിയുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ്. ഇവിടെ നിന്നിട്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12 കിലോമീറ്ററും അതുപോലെ എടപ്പള്ളി ലുലു മാളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 12 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 8 കിലോമീറ്ററുമാണ്. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്കും കിഴക്കമ്പലം ടൗണിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇൻഡിവിജ്വൽ റോഡിലേക്ക് വന്നാൽ മെയിൻ റോഡിൽ നിന്നിട്ട് ഏകദേശം 500 മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ അത്യാവശ്യം വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള GI ഫ്രെയിം വർക്കും 2-way LED ലൈറ്റിങ്ങുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 എൻഡിലുമായിട്ട് GI ഫ്രെയിമിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. 2 പില്ലറിലായിട്ട് ഗേറ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 12 അടി സ്ലൈഡിങ് ഗേറ്റും ഒരു 3 അടി ഫോൾഡിങ് ഗേറ്റുമായിട്ടാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകളും നല്ല കളർ പാറ്റേണും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ലൂവർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED സിലിണ്ടറിക്കൽ ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ പോർച്ച് വരുന്നത് ഒരു റൂഫ് ടോപ്പ് പോർച്ചാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വീട് വരുന്നത്. രണ്ടും അടുത്തടുത്ത കോമ്പൗണ്ടിലായിട്ടാണ് വീടുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് ടോപ്പ് പോർച്ച് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നൊരു സൗകര്യം വരുന്നുണ്ട്. കൂടാതെ ഒരു അഡീഷണൽ പാർക്കിംഗ് ഈ ഭാഗത്തായിട്ടും കിട്ടുന്നുണ്ട്. കോമ്പൗണ്ടിലെല്ലാം നല്ല രീതിയിൽ കടപ്പ കല്ലുകളൊക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെടിയൊക്കെ വയ്ക്കാനുള്ള ഒരു സൗകര്യം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിണർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടാണ് ഈ ഭാഗവും ബിൽഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കടപ്പക്കല്ലുകളുടെ ഒരു കണ്ടിന്യൂഷൻ ഈ ഭാഗത്ത് ഇവിടം വരെ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്നൊരു സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നൊരു ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതിയുള്ള സ്റ്റെപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലെ പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റ് വയ്ക്കാവുന്ന ഒരു സൗകര്യം താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 വാളി ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. 2 വാളി ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. കട്ടിലെല്ലാം ആഞ്ഞിലിയിലും ഡോറെല്ലാം മഹാഗണിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഒരു L ഷേപ്പ് സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നൊരു സൗകര്യം ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കണ്ടൊരു 3 വാളി വിൻഡോ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. കൂടാതെ തെക്ക് ഭാഗത്തായിട്ടും ഒരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ അതിൻ്റെ TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നല്ലൊരു വലിയ TV ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും താഴെ സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ഒരു ചാർക്കോളിൻ്റെ ലൂവർ പാനലിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഒരു വുഡൻ ലൂവർ പാനലിംഗ് കൊടുക്കാനും LED ലൈറ്റിങ്ങുകൾ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നതിന് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നല്ലൊരു പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും പാർട്ടീഷൻ വർക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇവിടെ നല്ല നിഷ് വർക്കൊക്കെ ചെയ്ത് ഒരു പ്ലാന്റുകളൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നുണ്ട്. എൻ്റെ വടക്ക് ഭാഗത്തായിട്ടൊരു 3 വാളി വിൻഡോ വരുന്നുണ്ട്. എൻ്റെ ഭിത്തിയിലായിട്ട് നമ്മൾ അവിടുത്തെ കണ്ടമാതിരി തന്നെ ഒരു ലൂവറിൻ്റെ വർക്ക് വരുന്നുണ്ട്. പിന്നെ എൻ്റെ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു സെറയുടെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും അതിൻ്റെ താഴെയായിട്ടൊരു സ്റ്റോറേജും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ലൂവറിൻ്റെ വർക്കുകളും ഒരു മിററിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഒരു ചെറിയ ഫോൾ സീലിംഗ് വർക്കിൻ്റെ ഭാഗത്തേക്കാണ്. അത്യാവശ്യം ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടൊരു ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡബിൾ ലൈറ്റഡ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മുകളിൽ നിന്നിട്ട് സ്കൈ വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ളൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഒരു ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡോറിൻ്റെ സൗകര്യം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്കോട്ട് ചിമ്മിണി വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 2 പാളി വിൻഡോ കിഴക്ക് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ടൈപ്പിൽ വരുന്ന ഒരു നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളും സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ടിൻസൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു സ്റ്റോറേജ് സൗകര്യം ഈ ഭാഗത്ത് വരുന്നുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഒരു സിങ്കിൻ്റെ പ്രൊവിഷൻ വരുന്നുണ്ട്. 2 ടാപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു സീലിംഗ് വർക്കും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നൊരു സൗകര്യം കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. കൂടാതെ ഒരു കൗണ്ടർ ടോപ്പായിട്ട് വയ്ക്കാനുള്ള സൗകര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 1ാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്ക് ഒരു ഗ്രേ കളർ വുഡൻ കളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോർസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ ഒരു വർക്ക് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസാണിത്. ഒരു ഗ്രേ കളർ ഡിസൈനിലാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു പെഡസ്റ്റൽ വാഷ് കൗണ്ടറും അതിനോടനുബന്ധിച്ച് 2 ലോങ് ബോഡി ടാപ്പും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത്. താരതമ്യേന ഒരു ചെറിയ ബെഡ്റൂമാണിത്. ഏകദേശം ഒരു 10x10 അളവിൽ വരുന്ന ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോർസ് കൊടുത്തിട്ടുള്ള കബോർഡ് വർക്ക് വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. സെയിം ഫിറ്റിങ്സുകളും സൗകര്യങ്ങളും എല്ലാം ഈ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും റെയിൻ ഷവറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റെയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറൊക്കെ വയ്ക്കാനായിട്ട്. കൂടാതെ വാക്ക് വേയിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റൈസറായിട്ട് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഹാൻഡ് റെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ കയറി ഒരു കോർണർ ലാൻഡിങ്ങിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ DB സൗകര്യങ്ങൾ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ഹൈറ്റഡായിട്ട് കൊടുത്തുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. കൂടാതെ ഒരു സ്കൈ വ്യൂ ഓപ്ഷനും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിനി സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ്, അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ സൗകര്യം ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് V-ഗാർഡാണ്. കേബിളും V-ഗാർഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തെക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ സീലിംഗ് വർക്കുകൾ, ഒരു പർഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഒരു ലൂവർ പാനലിംഗ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. താഴത്തെ ബെഡ്റൂമിൻ്റെ അത് സ്ട്രക്ചറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ തെക്ക് കിഴക്കേ മൂലയിലാണ് ഈ ബെഡ്റൂം വരുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു 3 പാളി വിൻഡോ തെക്ക് ഭാഗത്തായിട്ടും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത്. നല്ല രീതിയിൽ സ്ലൈഡിംഗ് ഡോർസ് കൊടുത്തിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യവും ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാത്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം ഫിറ്റിങ്സുകളെല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കും ടോട്ടലി 4ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്.
അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് ഭാഗത്തായിട്ട് 2 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 2 പാളി ഈ ഭാഗത്തും വരുന്നുണ്ട്. 2 പാളി വിൻഡോ ആ ഭാഗത്തും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ, കബോർഡ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോർസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെയിം ഫിറ്റിങ്സുകൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഫ്ലോറിലായിട്ട് ഒരു വുഡൻ കളറിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഷീറ്റൊക്കെ കൊടുത്തിട്ടുള്ള റൂഫ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളെല്ലാം ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് പോളി കോമ്പാക്റ്റിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് നമ്മുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ വർക്ക് വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള തുണിയൊക്കെ വിരിച്ചിടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. നമ്മൾ വരുന്നത് വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് കോർണറിലായിട്ടാണ് ഈ ബാൽക്കണി സ്പേസ് വരുന്നത്. പടിഞ്ഞാറ് നിന്നിട്ടും തെക്ക് നിന്നിട്ടുമുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൂവർ പാനലിങ്ങിൻ്റെ വർക്ക് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ തന്നെയാണിത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നിട്ടും എടപ്പള്ളി ലുലു മാളിൽ നിന്നിട്ടും രാജേരി ഹോസ്പിറ്റലിൽ നിന്നിട്ടുമെല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന 2 വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4750 സെൻറ്റിലും 4850 സെൻറ്റിലുമായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 വീടുകളും 4 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 4750 സെൻറ്റിൻ്റെ വീട് വരുന്നത് 85 ലക്ഷം രൂപയും 4850 സെൻറ്റിൽ വരുന്ന വീടിന് 87 ലക്ഷം രൂപയാണ് ബിൽഡർ ആവശ്യപ്പെടുന്നത്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തതിനോ ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.